ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 7-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ മുഴുവൻ യാഗങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രായശ്ചിത്ത ബലി അഥവാ അകൃത്യയാഗം, അതുപോലെ തന്നെ സമാധാന ബലി, അതിൻ്റെ നിയമങ്ങളാണ്. മറ്റു ബലികളുടെയൊക്കെ നിയമങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഒരു അകൃത്യയാഗം അഥവാ പ്രായശ്ചിത്ത ബലി കഴിക്കാനുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പ്രായശ്ചിത്ത ആ ബലിക്ക് വേണ്ടി കൊണ്ടുവരുന്ന മൃഗത്തെ, ദഹന ബലിക്ക് കൊണ്ടുവരുന്ന മൃഗത്തെ പോലെ അതേ സ്ഥാനത്ത് വെച്ച് അതിനെ അറുക്കണം. പ്രായശ്ചിത്ത ബലി പാപപരിഹാര ബലി പോലെ തന്നെയാണ് അതിൻ്റെ നിയമങ്ങളും. യാഗമൃഗങ്ങളിൽ അതിൻ്റെ തുകൽ അതിനെ യാഗമർപ്പിക്കുന്ന പുരോഹിതന് അവകാശപ്പെട്ടതാണ്. അതുപോലെ തന്നെ ധാന്യബലി വസ്തുക്കളും അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്. കാരണം പുരോഹിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏക ജോലി പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. മറ്റ് ജോലിക്ക് അവർക്ക് പോകാനാവില്ല. 24 മണിക്കൂറും ആ യാഗാദി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവർ എപ്പോഴും എൻഗേജഡായിരിക്കുന്ന ആളുകളാണ്. ഏത് സമയത്ത് ഏത് മനുഷ്യൻ വന്നാലും അവന് വേണ്ടി യാഗമർപ്പിക്കണം, എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞുവെന്ന് ആർക്കും പറയാനാവില്ല. ആയതുപോലെ തന്നെ ഈ യാഗമർപ്പിക്കുന്നതായ അഗ്നി കെട്ടുപോകാതെ രാത്രിയും പകലും അത് സൂക്ഷിച്ച് അതിന് വേണ്ടതായ എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തിരുമെന്ന് നമുക്കറിയാം. അവർക്ക് മറ്റു വരുമാനങ്ങളില്ല, മറ്റ് ജോലി ചെയ്യാനാവില്ല. അപ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്നതിൽ നിന്ന് വേണം അവർ ഭക്ഷിക്കുവാൻ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി യഹോവയായ ദൈവം ഇവിടെ വേർതിരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് മോശയുടെ ന്യായപ്രമാണവും പറഞ്ഞിട്ടുണ്ട്. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. മുഖക്കൊട്ട കെട്ടിയാൽ ആ മെതിക്കുന്ന കച്ചി അതിന് ഭക്ഷിക്കാനാവില്ല. അത് മെതിക്കുന്നതിൻ്റെ കച്ചി ഭക്ഷിക്കാനുള്ള അവകാശം ആ മൃഗത്തിനുണ്ട്. അത് പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായും അത് എടുത്തു പറയുന്നുണ്ട്. കാരണം 24 മണിക്കൂറും അവർ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയിലായിരിക്കുന്നവരാണ്. ഏത് സമയത്തും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവർ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിൻ്റേതായ യാഗമർപ്പിക്കുന്നതായ അതിൻ്റെ ശേഷിക്കുന്ന കാര്യങ്ങളൊക്കെയും അവർക്ക് അത് അവകാശപ്പെട്ടതാണ്. ഇനി സമാധാന ബലിയെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അത് സമാധാന ബലി നന്ദി പ്രകടനത്തിന് അഥവാ കൃതജ്ഞതാ സ്തോത്രത്തിന് വേണ്ടി അർപ്പിച്ചിരുന്നതായ ബലിയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെയൊക്കെ പ്രാപിക്കുമ്പോൾ അതിന് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുവാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആ ശേഷിക്കുന്നതായ അപ്പം, അത് ധാന്യം കൊണ്ടാണ്. അത് ആ പുളിപ്പുള്ള അപ്പം ആണ് അതിന് ഇത് കൊണ്ടുവരുന്നത്. പുളിപ്പില്ലാത്ത അടയും പുളിപ്പുള്ള അപ്പവും ഒക്കെ അവർക്ക് അതിനു വേണ്ടി കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ശേഷിപ്പും ഈ പുരോഹിതൻ അവിടെ ഭക്ഷിക്കണമെന്നാണ്. പക്ഷെ അതിനൊരു വ്യവസ്ഥ ഇവിടെ പറയുന്നുണ്ട്. അശുദ്ധനായിരിക്കെ സമാധാന ബലിയുടെ മാംസം ഒരിക്കലും ഭക്ഷിക്കാൻ പാടില്ല. അശുദ്ധിയോടുകൂടി ബലിവസ്തുക്കൾ ഭക്ഷിക്കരുതെന്ന് കൊടുത്തു. പ്രിയമുള്ളവർ, നമ്മുടെ കർത്താവിൻ്റെ കാൽവറി യാഗത്തിൻ്റെ നിഴലാണ് പഴയ നിയമത്തിലെ എല്ലാ ബലികളും നമുക്കറിയാം. പുതിയ നിയമത്തിൽ ഇതൊക്കെ നമ്മുടെ കർത്താവ് സ്ഥാപിച്ച വിശുദ്ധ കുർബാനയിലേക്കാണ് നമ്മളെ ഇത് കൊണ്ടു ചെല്ലുന്നത്. അതിൻ്റെ പൂർത്തീകരണമായിട്ടാണ് കർത്താവ് വിശുദ്ധ കുർബാന യാഗം മർക്കോസിൻ്റെ മാളികയിൽ അവിടെ അർപ്പിച്ചു. പിറ്റേ ദിവസം താൻ കാൽവറിയിൽ യാഗമായിട്ട് അവസാനിക്കുകയാണ്. അപ്പോൾ അതിന് കൊടുത്തതായ വ്യവസ്ഥയും വിശുദ്ധിയോടുകൂടിയാണത് ഭക്ഷിക്കണമെന്നുള്ളതാണ്. 1 കൊരിന്ത്യർ 11:27 പൗലോസ്ലീഹ പറഞ്ഞ് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. അയോഗ്യമായി ദൈവത്തിൻ്റെ ശരീരം ആരും ഭക്ഷിക്കാനും പാനം ചെയ്യാനും പാടില്ല. അവനവനെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഓരോരുത്തരും അത് ഭക്ഷിക്കുവാൻ. അയോഗ്യമായി ഭക്ഷിച്ചാൽ അത് മുഖാന്തരം രോഗികളായി തീരുകയും ചില ആളുകൾ മരണപ്പെടുകയും ചെയ്യും. രോഗസൗഖ്യത്തിനും ജീവൻ നിലനിർത്താനുമുള്ളതാണ്. പക്ഷേ അയോഗ്യമായി ഭക്ഷിക്കുമ്പോൾ അതിന് വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തിലും അഹ്റോനും മക്കളുമൊക്കെ അവനും അവൻ്റെ പൗരോഹിത്യ ഗണത്തിലുള്ളവർക്കും യഹോവയായ ദൈവം മോശ മുഖാന്തരം കൊടുക്കുന്നതായ നിയമം അത് തന്നെയാണ്. അതുപോലെ തന്നെ 26-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ വായിക്കുന്നു,
പക്ഷികളുടെയും മൃഗത്തിൻ്റെയും രക്തം ഭക്ഷിക്കരുത്. ഇത് നേരത്തെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. കാരണം രക്തം ജീവനാണ്, ജീവനിലാണ് രക്തം നിലനിൽക്കുന്നത്. ജീവൻ ഭക്ഷിക്കുവാൻ ആർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് ഒരു മൃഗത്തെ കൊല്ലുമ്പോൾ അതിൻ്റെ രക്തം പൂർണ്ണമായി പോയതിന് ശേഷമാണ് അതിനെ അവിടെ യാഗം അർപ്പിക്കേണ്ടതും. അല്ലെങ്കിൽ അങ്ങനെ ആ യാഗം അർപ്പിക്കുന്നതിൻ്റെ ശേഷിപ്പാണ് അവർക്ക് ഭക്ഷിക്കാൻ അവകാശം ഉള്ളതും. മറ്റൊരു കാര്യം 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇങ്ങനെയുള്ളതായ ബലിയായിട്ട് വരുന്ന ആളുകൾ അവർ നേരിട്ട് അതിനുള്ളതായ ബലിവസ്തുക്കളുമായിട്ട് വരണം. മറ്റൊരാളെ കൊടുത്തുവിടാനാവില്ല. കാരണം ഓരോ വ്യക്തിയുടെയും സാമീപ്യമാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഹൈന്ദവ സംസ്കാരത്തിലൊക്കെ നമുക്കറിയാം, ആളുകളുടെ വഴിപാടൊക്കെ കൊടുത്തുവിടുന്നതായ ഒരു രീതിയാണ്. നമുക്കതല്ല, നമ്മുടെ യഥാർത്ഥ വഴിപാട് നമ്മളെ തന്നെയാണ്. നമ്മൾ നേരത്തെ പാടിയതാണ്, എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനെന്നാഥ എന്നെ നിനക്ക് സുഗന്ധമായി അർപ്പിക്കാനും നീ കൃപ ചെയ്യുക എന്നുള്ളതാണ്. ആത്മശരീര മനസ്സുകളാം എന്നുടെ തിരുമുൽ കാഴ്ചകളെ താതസുതാശ്വാസപ്രദനെ അൻപോട് കൈക്കൊണ്ടിടണമേ എന്നാണല്ലോ നമ്മൾ പാടുന്നത്. അപ്പം നമ്മെ തന്നെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പോൾ ദൈവസ്ഥാനത്തിൽ നമ്മെ തന്നെ യാഗമായി അർപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയായിത്തീരണം. അപ്പോഴാണ് നമ്മുടെ യാഗം ദൈവത്തിന് സൗരഭ്യമുള്ള വാസനയായി അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ യാഗാദി കർമ്മങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ കാൽവറി യാഗത്തിലേക്കും ഇന്ന് പുതിയ നിയമത്തിൽ അതിൻ്റെ പൂർത്തീകരണമായി നമ്മളിന്ന് അനുഭവിക്കുന്ന വിശുദ്ധ കുർബാനയിലെ സംബന്ധവും അതിനോടുള്ളതായ അതിൻ്റെ അനുഭവവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അപ്രകാരം ഒരു നല്ല ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ പ്രത്യേകമായിട്ട് നമുക്കറിയാം, മനുഷ്യൻ്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ 3 തലങ്ങളിലുമുള്ള വിശുദ്ധിയാണ് യഹോവയായ ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിലും കർത്താവ് ആവശ്യപ്പെട്ടത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് ദൈവത്തെ കാണുന്നത് നമ്മുടെ കർത്താവ് പറഞ്ഞപ്പോഴും നമ്മൾ ഓർക്കുക. അപ്രകാരം വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിപ്പാൻ തക്കോണം നമ്മുടെ പ്രാർത്ഥനകൾ, വേദപഠനങ്ങൾ, വേദപുസ്തക വായനകൾ, ആരാധനകളൊക്കെ നമ്മെ സഹായിക്കണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അത് ഞങ്ങളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം കൂടി ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.